ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുരേഷ്. പ്രധാന വാർത്തകൾ. ആർട്ടിക്കിൾ 370 ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിലെ വികസനം തടഞ്ഞതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യയിൽ ക്ഷയരോഗ വാക്സിന്റെ പരീക്ഷണം ആരംഭിച്ച് ഭാരത് ബയോടെക്. വർണ്ണങ്ങളുടെ ഉത്സവമായ ഹോളി ഇന്ന്. രാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. രാജ്യം തെരഞ്ഞെടുപ്പ് ചൂടിൽ. 111 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി BJP. കോൺഗ്രസ് 3 സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ചു. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള മത്സരചിത്രം തെളിഞ്ഞു. 4 സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ച് BJP. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയൻസിനെ പരാജയപ്പെടുത്തി. രണ്ടാം മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് ജയം. വാർത്തകൾ വിശദമായി. ജമ്മുകാശ്മീരിൽ ആർട്ടിക്കിൾ 370 ഇന്ത്യൻ ഭരണഘടനയുടെ താൽക്കാലിക നടപടിയായിരുന്നുവെന്നും അത് ദീർഘിപ്പിക്കുന്നത് രാജ്യത്തിന് ദോഷകരമാണെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സിംഗപ്പൂരിലെ ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. ആർട്ടിക്കിൾ 370 ജമ്മു, കാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ വികസനം തടഞ്ഞതായി അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിഘടനവാദത്തിന്റെയും അക്രമത്തിന്റെയും ഭീകരതയുടെയും പാത സൃഷ്ടിച്ചതായും വിദേശകാര്യമന്ത്രി പറഞ്ഞു. ഈ മേഖലയിൽ മാറ്റത്തിന്റെ നേട്ടങ്ങൾ ദൃശ്യമാണെന്നും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. ഇന്ത്യയിൽ ക്ഷയരോഗ വാക്സിനായ MTB വാക്കിന്റെ പരീക്ഷണങ്ങൾ ആരംഭിച്ചതായി ഭാരത് ബയോടെക് അറിയിച്ചു. ക്ഷയരോഗത്തിനെതിരായ ആദ്യ വാക്സിനാണിത്. സ്പാനിഷ് കമ്പനിയായ ബയോഫാബ്രിയയുമായി സഹകരിച്ചാണ് ഭാരത് ബയോടെക് പരീക്ഷണങ്ങൾ നടത്തുന്നത്. HIV ബാധിതരല്ലാത്ത മുതിർന്നവരിൽ പരീക്ഷണങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ് രണ്ടാംഘട്ട പഠനം ആരംഭിച്ചത്. ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിൽ പുതിയ വാക്സിൻ ഒരു നാഴികക്കല്ലാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സവാളയുടെ കയറ്റുമതി നിരോധനം ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ നീട്ടിയതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു. സവാളയുടെ ആഭ്യന്തര ലഭ്യത വർദ്ധിപ്പിക്കാനും വില നിയന്ത്രിക്കാനുമാണ് ഈ തീരുമാനം. കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് സവാളയുടെ കയറ്റുമതി സർക്കാർ നിരോധിച്ചത്. വർണ്ണങ്ങളുടെ ഉത്സവമായ ഹോളി ഇന്ന്. ഹോളി ആഘോഷങ്ങളുടെ തിരക്കിലാണ് നാടും നഗരവും. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ ജനങ്ങൾക്ക് ഹോളി ആശംസകൾ നേർന്നു. വിശദാംശങ്ങളിലേക്ക്. ഹോളിയുടെ വിവിധ നിറങ്ങൾ രാജ്യത്തിന്റെ വൈവിധ്യത്തിന്റെ പ്രതീകമാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ഈ ഉത്സവം ജനങ്ങൾക്കിടയിൽ സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും ചിന്തകൾ ഉണർത്തുമെന്നും ശ്രീമതി മുർമു അഭിപ്രായപ്പെട്ടു. നിറങ്ങളുടെ ഉത്സവം എല്ലാവരുടെയും ജീവിതത്തിൽ പുതിയ ഊർജ്ജവും ഉത്സാഹവും കൊണ്ടുവരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസിച്ചു. തിന്മയുടെ മേൽ നന്മ വിജയം നേടിയതിന്റെ പ്രതീകമായാണ് ഹോളി ആഘോഷിക്കുന്നത്. വസന്തകാലത്തിന്റെ വരവ് അറിയിച്ചുകൊണ്ട് ആഘോഷിക്കുന്ന ഈ ഉത്സവവേളയിൽ ആളുകൾ പരസ്പരം നിറങ്ങൾ അണിയിക്കുന്നു. ഹോളി ആഘോഷത്തിന് മുന്നോടിയായുള്ള ഹോളിക ദഹൻ ചടങ്ങുകൾ ഇന്നലെ നടന്നു. രാജ്യത്തുടനീളം നിറങ്ങളുടെയും മധുര പലഹാരങ്ങളുടെയും വിൽപ്പനയും സജീവമാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്നലെ ലേയിൽ സൈനികർക്കൊപ്പം ഹോളി ആഘോഷിച്ചു. സിയാച്ചിനിലെ സൈനികരുമായി ആശയവിനിമയം നടത്താൻ ഉടൻ ലഡാക്കിൽ മറ്റൊരു സന്ദർശനം നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. കാലാവസ്ഥ മോശമായതിനാലാണ് സിയാച്ചിൻ സന്ദർശനം ഒഴിവാക്കിയത്. 111 സീറ്റുകളിലേക്കുള്ള 5ാം സ്ഥാനാർത്ഥി പട്ടിക BJP പുറത്തിറക്കി. നവീൻ ജിൻഡൽ കുരുക്ഷേത്രയിൽ നിന്നും, രജിത് ചൌട്ടാല ഹരിയാനയിലെ ഹിസാറിൽ നിന്നും മത്സരിക്കും. ഹിമാചൽ പ്രദേശിലെ മാണ്ഡിയിൽ നടി കങ്കണ റണാവത്ത്, ഒഡീഷയിലെ പുരിയിൽ സംബിത് പത്ര, പട്ന സാഹിബിൽ രവിശങ്കർ പ്രസാദ്, ബീഹാറിലെ ബെഗുസരായിൽ ഗിരിരാജ് സിംഗ് എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. നിത്യാനന്ദ റായ് ഉജിയാർപൂരിലും, സീതാ സോറൻ ദുംകയിലും, ജഗദീഷ് ഷട്ടാർ ബൽഗാമിലും, ധർമ്മേന്ദ്ര പ്രധാൻ സംബൽപൂരിലും മത്സരിക്കും. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള 4 സ്ഥാനാർത്ഥികളെ കൂടി BJP പ്രഖ്യാപിച്ചു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട് മണ്ഡലത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനെയാണ് രംഗത്തിറക്കുന്നത്. CPI ദേശീയ നേതാവ് ആനി രാജയാണ് വയനാട്ടിലെ LDF സ്ഥാനാർത്ഥി. കൊല്ലത്ത് നടൻ G കൃഷ്ണകുമാരും ആലത്തൂരിൽ ഡോക്ടർ TN സരസുവും മത്സരിക്കും. എറണാകുളത്ത് ഡോക്ടർ KS രാധാകൃഷ്ണനാണ് BJP സ്ഥാനാർത്ഥി. കേരളത്തിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസാന ദിനം ഇന്ന്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതിയുടെ 10 ദിവസം മുമ്പ് വരെയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം ലഭിക്കുക. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോർട്ടൽ വഴിയോ വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് ഉപയോഗിച്ചോ ബൂത്ത് ലെവൽ ഓഫീസർമാർ വഴിയോ പേര് ചേർക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @All India Radio News തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന X ഹാൻഡിലും സന്ദർശിക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 3 സ്ഥാനാർത്ഥികളെ കൂടി കോൺഗ്രസ് പ്രഖ്യാപിച്ചു.
പ്രതിഭ ദനോർക്കർ മഹാരാഷ്ട്രയിലെ ചന്ദ്രപൂരിലും പ്രതാപ് സിംഗ് കജാരിയവാസ് രാജസ്ഥാനിലെ ജയ്പൂരിലും മത്സരിക്കും. രാജസ്ഥാനിലെ ദൌസയിൽ മുരാരിലാൽ മീണയാണ് മത്സരിക്കുന്നത്. ബീഹാറിൽ NDA സഖ്യത്തിലെ ഘടകകക്ഷിയായ JDU 16 ലോക്സഭാ സീറ്റുകളിലെയും സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി നോമിനേറ്റ് ചെയ്യപ്പെട്ടവരിൽ ഭൂരിഭാഗവും സിറ്റിംഗ് എംപിമാരാണ്. എന്നാൽ സിവാൻ, സീതാമർഹി എന്നീ പാർലമെന്റ് മണ്ഡലത്തിലെ സിറ്റിംഗ് എംപിമാർക്ക് പാർട്ടി ഹൈക്കമാൻഡ് ടിക്കറ്റ് നിഷേധിച്ചു. സിവാനിൽ വിജയലക്ഷ്മി ദേവിയും സീതാമർഹിയിൽ ദേവേഷ് ചന്ദ്ര ഠാക്കൂറും മത്സരിക്കും. നിലവിൽ ബീഹാർ ലെജിസ്ലേറ്റീവ് കൌൺസിൽ ചെയർമാനാണ് ഠാക്കൂർ. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ഉമേഷ് കുശ്വാഹ, സഞ്ജയ് ഝാ തുടങ്ങിയ മുതിർന്ന നേതാക്കളാണ് പട്നയിൽ സ്ഥാനാർത്ഥികളുടെ പേരുകൾ പ്രഖ്യാപിച്ചത്. തമിഴ്നാട്ടിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ AMMK പ്രഖ്യാപിച്ചു. BJP നേതൃത്വത്തിലെ ദേശീയ ജനാധിപത്യ സഖ്യവുമായുള്ള സീറ്റ് വിഭജന കരാറിന്റെ ഭാഗമായി AMMK 2 സീറ്റുകളിൽ മത്സരിക്കുമെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി TTV ദിനകരൻ പറഞ്ഞു. തേനി ലോക്സഭാ സീറ്റിൽ ദിനകരൻ മത്സരിക്കും. ട്രിച്ചിയിൽ നിന്ന് മത്സരിക്കുന്ന സെന്തിൽനാഥനാണ് മറ്റൊരു സ്ഥാനാർത്ഥി. BJPയുമായി സീറ്റ് വിഭജന കരാർ ഉണ്ടാക്കിയതിനു ശേഷമായിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ സമാജ് പാർട്ടി നേതാവ് മഹാദേവ് ജാൻഗർ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുമായി കൂടിക്കാഴ്ച നടത്തി. ഉപമുഖ്യമന്ത്രിമാരായ ദേവേന്ദ്ര ഫട്നാവിസ്, അജിത് പവാർ, NCP സംസ്ഥാന അധ്യക്ഷൻ സുനിൽ തട്കരെ എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു. തന്റെ പാർട്ടി തെരഞ്ഞെടുപ്പിൽ മഹായുതി സഖ്യത്തെ പിന്തുണയ്ക്കുമെന്ന് ജാൻഗർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഉത്തർപ്രദേശിൽ ബഹുജൻ സമാജ് പാർട്ടിയുടെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പാർട്ടി അധ്യക്ഷ മായാവതി പ്രഖ്യാപിച്ചു. 16 സ്ഥാനാർത്ഥികളാണ് ആദ്യ പട്ടികയിൽ. മുതിർന്ന കോൺഗ്രസ് നേതാവ് നവീൻ ജിൻഡലും ഹരിയാനയിൽ നിന്നുള്ള സ്വതന്ത്ര MLA രഞ്ജിത് സിംഗ് ചൌട്ടാലയും BJPയിൽ ചേർന്നു. വ്യവസായിയും മുൻ കോൺഗ്രസ് MPയുമാണ് നവീൻ ജിൻഡൽ. കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുന്നതായി സമൂഹ മാധ്യമത്തിലൂടെയാണ് അദ്ദേഹം അറിയിച്ചത്. IPL ക്രിക്കറ്റിൽ ഇന്നലെ രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയൻസിനെ 20 റൺസിന് പരാജയപ്പെടുത്തി. 194 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ലക്നൌവിന് 6 വിക്കറ്റ് നഷ്ടത്തിൽ 173 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാനു വേണ്ടി 52 പന്തിൽ 82 റൺസുമായി ക്യാപ്റ്റൻ സഞ്ജു സാംസൺ പുറത്താകാതെ നിന്നു. ലക്നൌവിനു വേണ്ടി നിക്കോളാസ് 41 പന്തിൽ 64 റൺസ് എടുത്തപ്പോൾ ക്യാപ്റ്റൻ KL രാഹുൽ 58 റൺസ് നേടി. രണ്ടാം മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് 6 റൺസിന് മുംബൈ ഇന്ത്യൻസിനെ പരാജയപ്പെടുത്തി. ഗുജറാത്ത് ടൈറ്റൻസിന് നിശ്ചിത 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 168 റൺസ് നേടി. മുംബൈ 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 162 റൺസ് എടുത്തു. ഇന്ന് രാത്രി 7:30 ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പഞ്ചാബ് കിങ്സുമായി ഏറ്റുമുട്ടും. ശബരിമലയിൽ ആറാട്ട് ഇന്ന്. 13 ദിവസത്തെ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് അടയ്ക്കും. ഇതോടെ 10 ദിവസത്തെ പൈങ്കുനി ഉത്രം മഹോത്സവത്തിനും സമാപനമാകും. രാവിലെ 11:30 പമ്പയിൽ ആറാട്ട് നടക്കും. വൈകിട്ട് 3 വരെ പമ്പയിൽ ദർശനത്തിനും പറ വഴിപാടിനും അവസരമുണ്ട്. കേരളത്തിൽ ചൂട് കൂടുന്നു. 9 ജില്ലകളിൽ ഉയർന്ന താപനില സാധ്യത കണക്കിലെടുത്ത് വ്യാഴാഴ്ച വരെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആലപ്പുഴ, ഇടുക്കി, വയനാട്, മലപ്പുറം, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശം. ചൂടുകാലത്ത് വിറ്റഴിക്കുന്ന ശീതളപാനീയങ്ങളുടെയും കുപ്പിവെള്ളത്തിന്റെയും സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി കേരളത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന. ഐസ്ക്രീം, കുപ്പിവെള്ളം, ശീതളപാനീയങ്ങൾ എന്നിവയുടെ നിർമ്മാണ വിപണന കേന്ദ്രങ്ങളിലാണ് പരിശോധന നടത്തിയത്. വിനോദസഞ്ചാര മേഖലകളിലെ വിൽപ്പന കേന്ദ്രങ്ങളിലും പരിശോധന നടത്തി. ഗുരുതര നിയമലംഘനം കണ്ടെത്തിയ 7 സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിർത്തിവെപ്പിച്ചു. ഭക്ഷ്യസുരക്ഷാ പരിശോധനകൾ ശക്തമായി തുടരുമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. അയർലൻഡിൽ ഫൈൻ ഗെയിൽ പാർട്ടിയുടെ നേതാവായി സൈമൺ ഹാരിസിനെ തിരഞ്ഞെടുത്തു. ഇതോടെ അയർലൻഡിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയാകും 37-കാരനായ ഹാരിസ്. പ്രധാനമന്ത്രി സ്ഥാനമൊഴിയുന്ന ലിയോ വരദ്കറിന് പകരമാണ് അദ്ദേഹം സ്ഥാനമേൽക്കുന്നത്. ഏപ്രിൽ 9 ഐറിഷ് പാർലമെന്റ് ചേരുന്നതിന് മുന്നോടിയായി ഹാരിസ് തന്റെ മന്ത്രിസഭയെ പ്രഖ്യാപിക്കും. ഇന്ത്യൻ നാവികസേന പിടികൂടിയ 35 സോമാലിയൻ കടൽക്കൊള്ളക്കാരെ മുംബൈ കോടതി 10 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഈ മാസം 15 സോമാലിയൻ തീരത്ത് INS കൊൽക്കത്ത നടത്തിയ ഓപ്പറേഷനിലാണ് ഇവർ പിടിയിലായത്. ഇവരുടെ കപ്പലായ XMV റൂയനിൽ ജോലി ചെയ്തിരുന്ന 17 പേരെ നാവികസേന രക്ഷപ്പെടുത്തി. വടക്ക് പടിഞ്ഞാറൻ നൈജീരിയയിലെ കഡുനയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ 30 കുട്ടികളിൽ 137 പേരെ മോചിപ്പിച്ചു. സൈന്യമാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഈ മാസം 7 തോക്കുധാരികൾ സ്കൂളിൽ നിന്ന് കുട്ടികളെ വനത്തിലേക്ക് തട്ടിക്കൊണ്ടുപോയത്. പ്രധാന വാർത്തകൾ വീണ്ടും. ആർട്ടിക്കിൾ 370 ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിലെ വികസനം തടഞ്ഞതായി വിദേശകാര്യമന്ത്രി S ജയശങ്കർ. ഇന്ത്യയിൽ ക്ഷയരോഗ വാക്സിന്റെ പരീക്ഷണം ആരംഭിച്ച് ഭാരത് ബയോടെക്. വർണ്ണങ്ങളുടെ ഉത്സവമായ ഹോളി ഇന്ന്. രാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. രാജ്യം തെരഞ്ഞെടുപ്പ് ചൂടിൽ. 111 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി BJP. കോൺഗ്രസ് 3 സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ചു. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള മത്സരചിത്രം തെളിഞ്ഞു. 4 സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ച് BJP. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയൻസിനെ പരാജയപ്പെടുത്തി. രണ്ടാം മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.